ഇവിടെ ഇപ്പോൾ ഒരു മുതല ഇറങ്ങി എങ്ങനെ ഉണ്ടാവും? ഇന്ന് നമ്മളൊരു മുതല ഉണ്ടാക്കി ഈ കുളത്തിലൊക്കെ വന്നിടന്ന് മറിയുന്ന പിള്ളേരുടെയൊക്കെ റിയാക്ഷൻ എടുക്കാൻ പോവുകയാണ്. അതിനായിട്ട് ആദ്യം തന്നെ ഒരു 3 പീസ് തെർമോക്കോളും ഒരു വലിയ ടെണ്ണ് ഫെവിക്കോളും എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ബ്രഷ് ഉപയോഗിച്ച് ഫെവിക്കോൾ നന്നായി ഇങ്ങനെ തേച്ച് പിടിപ്പിക്കാം. ഒരു വലിയ ബ്രഷ് ഉപയോഗിച്ച് ചെയ്യുന്നതാണ് ഏറ്റവും എളുപ്പം. ഇത് നമ്മുടെ മുതലയുടെ തല ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ ഒന്നിനു മുകളിൽ ഒന്നായി തെർമോക്കോളുകൾ വെച്ച് കനം കൂട്ടിയെടുക്കാം. ഒരു ഫുൾ ഡേ ഉണങ്ങാൻ വെച്ചതിന് ശേഷം നമ്മുടെ തെർമോക്കോളിൽ മുതലയുടെ തല നമുക്ക് വരച്ചെടുക്കാം. മുകളിൽ നിന്നുള്ള വ്യൂ ആണ് ഞാൻ ആദ്യം വരയ്ക്കുന്നത്. സിമ്പിളായിട്ടുള്ള ഷേപ്പുകൾ മാത്രം സ്കെച്ച് ചെയ്തെടുത്താൽ മതി. കണ്ണ് പോലുള്ള ചെറിയ ഭാഗങ്ങളൊക്കെ ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കൊരു ഹാക്സാ ബ്ലേഡ് ഉപയോഗിച്ച് ആവശ്യമില്ലാത്ത ഭാഗങ്ങളൊക്കെ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റാം. അതിനുശേഷം ഒരു പേപ്പർ കട്ടർ ഉപയോഗിച്ച് ചെറിയ ഷേപ്പുകളൊക്കെ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് 150 ഗ്രിഡ്സിൻ്റെ സാൻഡ് പേപ്പർ ഉപയോഗിച്ച് കട്ട് ചെയ്തെടുത്ത ഭാഗങ്ങളൊക്കെ ഷേപ്പാക്കി എടുക്കാം. അങ്ങനെ ഏകദേശം മുതലയുടെ ഷേപ്പൊക്കെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ചെറിയ ഡീറ്റെയിൽസ് ആഡ് ചെയ്ത് കൊടുക്കാം. ചെറിയ ചെറിയ മാർക്കുകളും വെട്ടുകളുമൊക്കെ നമുക്കിതുപോലൊരു കമ്പി ചൂടാക്കി ഈസിയായി ചെയ്തെടുക്കാം. ഇനി നമുക്ക് മുതലയുടെ പല്ലുകൾ പിടിപ്പിക്കാം. അത് തെർമോക്കോളിൽ തന്നെ ചെറുതും വലുതുമായ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്ത് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ തെർമോക്കോൾ അടർന്നു പോകാതിരിക്കാൻ മുതലയുടെ തല മുഴുവൻ ഫെവിക്കോൾ തേച്ച് പിടിപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് മുതലയുടെ സ്കിൻ കളർ ഉണ്ടാക്കിയെടുക്കണം. അതിനായിട്ട് പച്ച, മഞ്ഞ, കറുപ്പ് എന്നീ കളറുകൾ മിക്സ് ചെയ്ത് ഒരു ഡാർക്ക് ഗ്രീൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ബേസിക് കളർ ആയതുകൊണ്ട് തന്നെ ഇത് നമുക്ക് മുഴുവനായും അടിച്ചു കൊടുക്കാം. അതിനുശേഷം ഇതിൻ്റെ ഒരു ലൈറ്റ് വേർഷൻ ഉണ്ടാക്കി ഡീറ്റെയിൽസ് വരേണ്ട ഭാഗത്തൊക്കെ അടിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ മുതലക്കുട്ടൻ്റെ പെയിൻറ്റിങ് വർക്കുകളൊക്കെ തീർന്നിരിക്കുകയാണ്. ഇനി നമുക്കിവനെ വെള്ളത്തിലൂടെ ഓടിക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കാം. വളരെ ബേസിക് ആയിട്ടുള്ള ഇലക്ട്രോണിക് സാധനങ്ങൾ മാത്രമാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. 220 kVയുടെ ഒരു ബ്രഷ്ലെസ് മോട്ടോറിൽ ഒരു ഷാഫ്റ്റ് കണക്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു മെറ്റൽ ഗിയർ സെർവോയും എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ഇമ്പല്ലർ വേണം. ഇത് ഞാൻ PVCയിൽ കട്ട് ചെയ്ത് ഷേപ്പാക്കി എടുത്തതാണ്. അതുപോലെ തന്നെ മോട്ടോർ പിടിപ്പിക്കാൻ ഒരു ബേസ് പ്ലേറ്റും PVCയിൽ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. വശങ്ങളിലേക്ക് തിരിയുവാൻ വേണ്ടി ഒരു റഡറും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ മോട്ടോർ പിടിപ്പിക്കാം. ഒരു ചെറിയ ആംഗിളിലാണ് മോട്ടോർ സെറ്റ് ചെയ്യുന്നത്. കാരണം നമ്മുടെ ഇമ്പല്ലർ ഒരിക്കലും ബേസ് പ്ലേറ്റിൽ ടച്ച് ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ ഇമ്പല്ലർ ഒരിക്കലും ഊരിപ്പോകാത്ത രീതിയിൽ ഒരു ചെറിയ സ്ക്രൂ ഉപയോഗിച്ച് ടൈറ്റ് ചെയ്ത് വയ്ക്കുന്നുണ്ട്. ഇനി നമുക്ക് റഡാർ പിടിപ്പിക്കാം. റഡാർ ഒരിക്കലും ടൈറ്റായി പോകാതിരിക്കാൻ ഒരു റീഫില്ലറിൻ്റെ ചെറിയ ഭാഗം വാഷർ പോലെ കട്ട് ചെയ്തിട്ട് കൊടുക്കാം. റഡാർ എപ്പോഴും പ്രൊപ്പല്ലറിന് സെൻറ്ററിൽ വരുന്ന രീതിയിൽ തന്നെ പിടിപ്പിക്കണം. ഇനി നമുക്ക് സെർവോ മോട്ടോർ പിടിപ്പിക്കാം. സെർവോ മോട്ടോറിനെയും റഡറിനെയും ഒരു പുഷ് റോഡ് ഉപയോഗിച്ച് കണക്ട് ചെയ്യുന്നുണ്ട്. ഇനി നമ്മുടെ മെക്കാനിസം നന്നായി വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ മോട്ടോർ നന്നായി വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ റഡറും സ്മൂത്തായിട്ട് തന്നെ വർക്കാകുന്നുണ്ട്. അടുത്തായിട്ട് നമുക്ക് ബാറ്ററി വെള്ളം കയറാത്ത രീതിയിൽ സേഫാക്കി വെക്കാൻ പറ്റിയ ഒരു അറ ഉണ്ടാക്കിയെടുക്കണം. അതിനായിട്ട് കുറച്ച് ഭാഗം ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ആവശ്യമുള്ള സ്പേസ് ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ തന്നെ മോട്ടോർ വരുന്ന ഭാഗങ്ങളൊക്കെ കറക്റ്റായി ഇറങ്ങിയിരിക്കാൻ വേണ്ടി അടിഭാഗത്ത് നിന്നും കുറച്ച് ഭാഗം കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് സിമ്പിളായിട്ട് ഈ ബേസ് സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കാം. സ്ക്രൂ വരുന്ന ഭാഗത്തൊക്കെ ചെറിയൊരു തടിക്കഷ്ണം വെച്ച് സ്ട്രെങ്ത് കൂട്ടിയിട്ടുണ്ട്. അതുപോലെ ബാറ്ററി കമ്പാർട്ട്മെൻറ്റ് എപ്പോഴും തുറക്കാൻ പറ്റുന്ന രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ കണക്ട് ചെയ്യാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 40 ആംപിയർ ESC ആണ്. ESCയിൽ നിന്നും വരുന്ന വലിയ വയറുകൾ മോട്ടോറുമായി കണക്ട് ചെയ്യാം. അതുപോലെ തന്നെ ESCയിൽ നിന്നും വരുന്ന ഡേറ്റ വയർ റിസീവറിലെ ചാനൽ 3ലും കണക്ട് ചെയ്യാം. അതുപോലെ തന്നെ റഡറിനെ കൺട്രോൾ ചെയ്യുന്ന സെർവോ മോട്ടോറിൻ്റെ വയർ ചാനൽ 1ലും കണക്ട് ചെയ്ത് കൊടുക്കാം. വെള്ളത്തിലിട്ട് ഓടിക്കുന്നതിന് മുന്നേ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ESC, റിസീവർ, ബാറ്ററി ഇത് മൂന്നും ഒരിക്കലും വെള്ളം കയറാൻ പാടില്ല. അതുകൊണ്ട് തന്നെ സേഫാക്കി വെക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. ഞാനിവിടെ ഉപയോഗിക്കുന്നത് 2200 mAh 3 സെൽ ലിപ്പോ ബാറ്ററിയാണ്. ഇനി നമുക്ക് ബാറ്ററി ഒന്ന് കണക്ട് ചെയ്ത് എല്ലാം പ്രോപ്പറായി വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. അങ്ങനെ നമ്മുടെ മുതലക്കുട്ടനെ ഓടുന്ന കണ്ടീഷനിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവനെ വെള്ളത്തിട്ടൊന്ന് ഓടിച്ചു നോക്കാം. അപ്പം നമ്മുടെ ടെസ്റ്റ് ഓക്കെ ആയിരുന്നു. പക്ഷേ എനിക്ക് തോന്നിയ ഒന്ന് ഇതിൻ്റെ ഈ ഫ്രണ്ട് ഭാഗം ഒന്ന് താന്ന് നിന്നാലാണ് കാണാൻ നല്ല രസം. അപ്പോൾ നമുക്കിവിടെ കുറച്ച് വെയിറ്റ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇങ്ങനെ താത്തി നിർത്താൻ നോക്കാം. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ അകത്ത് വെള്ളം കയറിയിട്ടുണ്ടോ ഇല്ലയെന്നൊന്ന് നോക്കണം. അതുകൂടി ടെസ്റ്റ് ചെയ്യാനാണ് ഈ വെള്ളത്തിട്ട് നോക്കിയത്. എന്തായാലും നമുക്കൊന്ന് തുറന്ന് നോക്കാം. ബാറ്ററി കമ്പാർട്ട്മെൻറ്റ് ഒന്നും നനഞ്ഞിട്ടില്ല, ഉണ്ടോ, ക്ലീനാണ്.
ഒരു കുഴപ്പമില്ല. ഇനി നമുക്ക് ചെറിയൊരു ടച്ചപ്പ് പണി ഈ എൻജിൻ ഓയിൽ വെച്ചുകൊണ്ട് എന്തരാണെന്ന് പറഞ്ഞാൽ നമ്മുടെ മുതലയുടെ സ്കിന്ന് ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഫീൽ കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് എൻജിൻ ഓയിൽ എടുത്ത് മിക്സ് ചെയ്ത് ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുക്കാം. അപ്പോൾ ഇന്ന് നമ്മളെ മുതലക്കുട്ടനെയും കൊണ്ട് പ്രാങ്കിന് ഇറങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ നാട്ടിലെ ഒരു ഫേമസ് കുളമാണ്. ഇവിടെ അത്യാവശ്യം നല്ല പിള്ളേരൊക്കെ വരുന്നതാണ്. അപ്പോൾ ഇവിടെ വരുന്ന പിള്ളേരുടെയൊക്കെ റിയാക്ഷൻ നമുക്ക് എടുക്കാൻ പറ്റൂലെന്ന് നോക്കാം. അവർ കണ്ടാന്തോ ഒരു പിടിയില്ല. ചേരവിടെ ഇപ്പോൾ ഉണ്ട്, കുറച്ചുകൂടി അടുപ്പിച്ചെടുത്തോട്ടെ. ഞങ്ങളവിടെ ക്യാമറയും പൊക്കി പിടിച്ചുകൊണ്ടിരിക്കുന്ന അവന്മാരെ നേരത്തെ കണ്ടതുകൊണ്ട് അങ്ങോട്ട് ഒത്തില്ലായിപ്പോയി. അതുകൊണ്ട് ഞങ്ങൾ സൈറ്റ് ഒന്ന് മാറ്റി പിടിച്ചിട്ടുണ്ട്. ഇവിടെ ഇനി എന്തൊക്കെ നടക്കും നോക്കാം. എന്തായാലും കാക്കക്ക് കാര്യം പിടികിട്ടി. സൗണ്ട് ഉണ്ടാക്കണം. അതൊക്കെ നോക്കി കൊച്ചേറിയ മിക്കവാറും കാണും. അപമാനിച്ചേ ഞാൻ പോയിക്കോട്ടെ. ഒരു മുതലേ കണ്ട ബഹുമാനിച്ചില്ലെങ്കിലും അപമാനിക്കരുത്. എന്തായാലും നമ്മുടെ നാട്ടുകാർക്കൊക്കെ ഇപ്പോൾ നല്ല ധൈര്യമുണ്ട് എന്നുള്ള സന്തോഷത്തിൽ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. എല്ലാത്തിനും കാണിച്ചു തരാം.